യേശുവിൽ സ്നേഹമുള്ളവരെ, കൃപാവച ധ്യാനത്തിലേക്ക് ഓരോരുത്തരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ നാം കുറച്ചു സമയം വചനത്താൽ പ്രാർത്ഥിക്കുകയും ശേഷം വചനം പങ്കുവെക്കുകയും ചെയ്യാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തിരുരക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്തിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. റോമ 3:25-26, 1 യോഹന്നാൻ 1:7, എഫേസൂസ് 1:7, ഹെബ്രായർ 9:14, ഹെബ്രായർ 12:24, ഹെബ്രായർ 13:20-21, 1 പത്രോസ് 1:18, വെളിപാട് 12:1 ഈശോയെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ആബാപിതാവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും 1 യോഹന്നാൻ 1:7 വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ 8:12 ഈശോയുടെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശയ്യാ 10:17 ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അമ്മ മാതാവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബാറൂക്ക് 4:1-2, വെളിപാട് 12:1-2 വചനത്തിലൂടെ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. എല്ലാ സ്വർഗീയ ദൂതന്മാരോടും പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹെബ്രായർ 1:7 ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കൊളോസോസ് 2:5 എല്ലാ വിശുദ്ധരുടെ പ്രകാശത്തോട് ചേർന്ന് ഈശോയെ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സെന്റ് ആന്റണിയോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സെന്റ് ജോണിനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സെന്റ് പോളിനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ബ്ലെസ്സഡ് ആൻഡ് കാതറിൻ അമർക്കിനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വെനറബിൾ ലൂയിസ പിക്കാർത്തോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സെന്റ് പാട്രിക്കിനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സെന്റ് ജോർജിനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സെന്റ് പാദ്രപ്പിയോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സെന്റ് ഷർബാലിനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. വചനത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും സക്രിയ 2:5, സക്രിയ 9:8 സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കോട്ടയ്ക്കുള്ള മക്കളെ അനുഗ്രഹിക്കുന്ന വാഗ്ദാനത്താല് സങ്കീർത്തനം 147:13 ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, സംരക്ഷിക്കണമേ. ഞങ്ങൾ ആയിരിക്കുന്ന 4 ദിക്കുകളെ ഈ സമയം ഈശോയെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവിടുത്തെ വചനത്താല്, അവിടുത്തെ നാമത്താല് ഫിലിപ്പിയർ 2:9-11 വരെയുള്ള വചനത്തിലൂടെയും അപ്പസ്തലർ 4:12 ഈശോയെ ഞങ്ങൾക്ക് മോചനം നൽകണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാ തരത്തിലുള്ള ആഭിചാരത്തിൽ നിന്നും അതിന്റെ ആന്തരിക സ്വാധീനത്തിൽ നിന്ന് ഞങ്ങൾക്ക് പൂർണ്ണ മോചനം ഇന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഏശയ്യാ 22:22, ജോബ് 12:14, വെളിപാട് 3:7, മത്തായി 8:16, സങ്കീർത്തനം 107:20-21, മത്തായി 16:19, യോഹന്നാൻ 20:23 വചനത്തിന്റെ അധികാരത്താലും ശക്തിയാലും നിന്നുകൊണ്ടും 1 കൊരിന്തോസ് 1:10 കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ടും 1 യോഹന്നാൻ 3:8 പ്രത്യേകമായി കൃപയിൽ നിന്നുകൊണ്ടും പൗരോഹിത്യ അധികാരത്തിൽ നിന്നുകൊണ്ടും ഈശോയെ എല്ലാ വ്യക്തികളിലും ഒളിഞ്ഞിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന എല്ലാ രുചികളും ഈശോയെ എഫേസസ് 2:2, എഫേസസ് 5:6, ഏശയ്യാ 30:1, നിയമാവർത്തനം 21:20, 1 സാമുവേൽ 15:23 അനുസരണക്കേടിന്റെ അരുവികൾ യേശുനാമത്തിൽ
ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ 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 ഹാലേലൂയാ. 1 സാമുവേൽ 18:9-10 വചനത്തിലൂടെ സംശയാരൂപിയുടെ ആത്മാക്കളെ ഈശോയെ നാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ ഹാലേലൂയാ ഹാലേലൂയ. സെഞ്ചുറീസ് ബൈൻഡിങ് സ്പിരിറ്റുകളെ, തലമുറകളായി കടന്നുള്ള അരൂപികളെ, വിട്ടുപോകാത്ത അരൂപികളെ ഈശോയെ അവയെല്ലാം കൂട്ടത്തോടെ എഫേഷ്യൻസ് 3:5 സങ്കീർത്തനം 51:5 1 പത്രോസ് 1:18 ബാറൂക്ക് 4:35 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ ഹാലേലൂയാ. വഞ്ചനയുടെ അരൂപികള് ന്യായാധിപൻ 9:23 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. എല്ലാ തരത്തിലുള്ള നുണയുടെ അരൂപികളെ 1 രാജാക്കന്മാർ 22:22 യോഹന്നാൻ 8:44 സങ്കീർത്തനം 63:11 സങ്കീർത്തനം 101:7 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹോസിയ 5:4 ഹോസിയ 4:12 2 പത്രോസ് 2:14 മത്ത എസെക്കിയേൽ 20:7 നാഹൂം 3:4 1 യോഹന്നാൻ 2:15-16 എല്ലാ തരത്തിലുള്ള അരൂപികളെ, അതിന്റെ വശീകരണങ്ങളെ, അതിന്റെ ആധിപത്യങ്ങളെ, അതിന്റെ ഭീഷണികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. എല്ലാ തരത്തിലുള്ള കിംവദന്തികളുടെ അരൂപികള് 2 രാജാക്കന്മാർ 19:7 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ ഹാലേലൂയാ. എല്ലാ തരത്തിലുള്ള എതിർപ്പിന്റെ അരൂപികളെ 2 തിമോത്തി 4:14 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ. വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ, വാശിയുടെ അരൂപികള്, വിദ്വേഷത്തിന്റെ അരൂപികള്, സ്ലേയിങ് സ്പിരിറ്റ് ഉൽപ്പത്തി 4:5 അപ്പസ്തോലന്മാരുടെ 8:23 ഹെബ്രായർ 12:14 1 യോഹന്നാൻ 3:12-15 വരെയുള്ള വചനത്തിലൂടെയും എഫീഷ്യൻസ് 4:31 പ്രഭാഷകൻ 28:1-7 വരെയുള്ള വചനത്തിലൂടെയും സങ്കീർത്തനം 109:3 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ ഹാലേലൂയാ ഹാലേലൂയാ. ആകുലതകളേറുമ്പോൾ കടന്നു വരുന്ന എല്ലാ തരത്തിലുള്ള ദുസ്വപ്നങ്ങളുടെ അരൂപികള് സഭാപ്രസംഗൻ 5:3 യൂദ 8 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ ഹാലേലൂയാ. ധനാസക്തിയുടെ അരൂപികള് 1 തിമോത്തി 6:10 സഭാപ്രസംഗൻ 5:10 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ 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 ഹാലേലൂയാ. ശിശു ഹത്യ, അബോർഷൻ, അതിലൂടെ കടന്നു വരുന്ന എല്ലാ തരത്തിലുള്ള അരൂപികളെ ജ്ഞാനം 12:3-6 വരെയുള്ള വചനത്തിലൂടെയും നിയമാവർത്തനം 18:10-12 വരെയുള്ള വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചേക്കുന്നു. മന്ത്രവാദത്തിന്റെ അരൂപികള് ലേവ്യർ 19:31 ഏശയ്യ 34:14 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ ഹാലേലൂയാ ഹാലേലൂയാ. ആകുലത, അസൂയ, കോപം എന്നിവ അരൂപികളെ കൂട്ടത്തോടെ പ്രഭാഷകൻ 30:24 സുഭാഷിതം 14:30 1 പത്രോസ് 2:1 1 കൊരിന്തോസ് 3:3 യാക്കോബ് 3:16 ജ്ഞാനം 6:23 സുഭാഷിതം 14:29 കൊളോസസ് 3:5 സങ്കീർത്തനം 37:8 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ ഹാലേലൂയാ. മദ്യാസക്തിയുടെ എല്ലാ സ്വാധീനങ്ങളെയും കൂട്ടത്തോടെ ഈശോയെ തലമുറകളായി കടന്നുള്ള ഈ സ്വാധീനത്തെ ഏശയ്യ 28:7 സുഭാഷിതം 23:29-35 വരെയുള്ള വചനത്തിലൂടെ ജെറമിയ 13:14 വചനത്തിലൂടെ ജെറമിയ 25:27-30 വരെയുള്ള വചനത്തിലൂടെ ജെറമിയ 25:12 ഏശയ്യ 5:11-12 വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ. ആമോസ് 4:1-5 വരെയുള്ള വചനത്തിൽ സ്ത്രീകളിലുള്ള മദ്യാസക്തി യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ 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 ഹാലേലൂയ.
ചിത്തബ്രഹ്മം, ഭ്രാന്ത് തലമുറകളൂടെ ആയിട്ട് ഈ മധ്യാസക്തിയിലൂടെ കടന്നു വന്നിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഈ അരൂപികളെ ജെറമ്യ 25:16 നിയമാവർത്തനം 28:28 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, 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 ഹാലേലൂയാ. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ സ്നേഹത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ. റോമ 5:5 അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ. വചനത്തിന്റെ കവാടം കൊളോസസ് 4:3 തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാന ചൈതന്യം 7:7 ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥനാ ചൈതന്യം സക്രിയ 12:10 നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയാ, 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 ഹാലേലൂയാ. എല്ലാ തരത്തിലുള്ള ആഭിചാരത്തിന്റെ സ്വാധീനങ്ങൾ ബാഹ്യതരത്തിലും പൂർണ്ണമായി വിടുതൽ നൽകണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഹാലേലൂയാ, 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 ഹാലേലൂയാ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരുടെ മേലുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഏശയ്യാ 66:2 കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേത് തന്നെ. ആത്മാവിൽ എളിമ അനുതാപം ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ഇന്ന് നാം ധ്യാനിക്കുക ആന്തരിക ആഭിചാരത്തിന്റെ മോചനം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയം ധ്യാനിക്കുമ്പോൾ നാം യഹോശഫാത്ത് എന്ന രാജാവിന്റെ ജീവിതത്തെ വെച്ചാണ് ധ്യാനിക്കുക. ബൈബിളിൽ നമുക്ക് ഉപദേശങ്ങൾ ലഭിക്കുന്നത് 3 തരത്തിലൂടെയാണ്: മാതൃകകൾ, വിശുദ്ധീകരണങ്ങൾ, അനുഭവങ്ങൾ. എക്സാമ്പിൾസ്, എക്സ്പ്ലനേഷൻസ്, എക്സ്പീരിയൻസസ്. ഇന്നേ ദിവസം ഈ രാജാവിൻ്റെ ജീവിതത്തിലൂടെ നാം ആന്തരിക ആഭിചാരത്തിൻ്റെ സ്വാധീനങ്ങളിൽ നിന്ന് വിമോചിതരാകാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ വചനം ശ്രവിക്കുക. 2 ദിനവൃത്താന്തം 17:3. 2 ദിനവൃത്താന്തം 17:3. തന്റെ പിതാവിന്റെ ആദ്യകാല മാതൃക അനുസരിച്ച് ബാലിനെ സേവിക്കാതിരുന്നതിനാൽ കർത്താവ് യഹോശാഫാത്തിനോട് കൂടി ഉണ്ടായിരുന്നു. സംഖ്യ 25:1-3 വചനങ്ങൾ. സംഖ്യ 25:1-3 തിരുവചനങ്ങൾ. ഷിത്തിമിൽ പാർക്കുമ്പോൾ മോവാബ്യ സ്ത്രീകളുമായി ഇസ്രായേൽ ജനം വേശ്യാവൃത്തിയിൽ ഏർപ്പെടാൻ തുടങ്ങി. അവർ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇസ്രായേൽക്കാരെ ക്ഷണിച്ചു. അവർ അവരോട് ചേർന്ന് ഭക്ഷിക്കുകയും ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ പേയോറിലെ ബാലിന് സേവ ചെയ്തു. അവർക്കെതിരെ കർത്താവിന്റെ കോപം ജ്വലിച്ചു. 1 രാജാക്കന്മാർ 18:17-19 വചനങ്ങൾ. 1 രാജാക്കന്മാർ 18:17-19 തിരുവചനങ്ങൾ. ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, കർത്താവിന്റെ കൽപ്പനകൾ നിരസിച്ച് ബാൽ ദേവന്മാരെ സേവിക്കുന്ന നീയും നിന്റെ പിതാവിന്റെ ഭവനവുമാണ്. നീ ഇസ്രായേൽ ജനത്തെ മുഴുവൻ കാർമൽ മലയിൽ എന്റെ അടുക്കൽ വിളിച്ചു കൂട്ടുക. ജെസബൽ പോറ്റുന്ന ബാലിന്റെ 180 പ്രവാചകന്മാരെയും അഷേരായുടെ 400 പ്രവാചകന്മാരെയും കൂട്ടിക്കൊണ്ടുവരിക. ഈ രാജാവ് ബാൽ ദേവനായിട്ട് ഒരു കോംപ്രമൈസിനും പോയില്ല. ബാൽ ദേവന്റെ പ്രത്യേകത എന്താണ്? അത് കാനാനീയ ദേവനാണ്.
അത് മഴയ്ക്ക് വേണ്ടിയിട്ടും സമൃദ്ധിക്ക് വേണ്ടിയിട്ടും പ്രകൃതി ശക്തിയുടെ മേലുള്ള ആധിപത്യത്തിന് വേണ്ടിയാണ് മനുഷ്യര് ആ കാലത്ത് ആശ്രയിച്ചിരുന്നത്. ഇന്ന് നമുക്ക് അതെന്താണ് അർത്ഥമാക്കുന്നത്? ആത്മീയമായിട്ട് ബാലിന്റെ പുറകെ പോവുക എന്ന് വെച്ചാൽ വിഗ്രഹങ്ങളുടെ പുറകെ പോവുക എന്നുള്ളത്. എന്താണ് വിഗ്രഹം? ദൈവാത്മാവായിട്ടുള്ള ഐക്യത്തിന് തടസ്സമാകുന്ന എന്തും ആന്തരികമായാലും ബാഹ്യമായാലും അത് വിഗ്രഹമാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ വിഗ്രഹങ്ങളുടെ പുറകെ പോകുന്നത്? അതൊരു തരം വ്യാജമായ സുരക്ഷിതത്വ ബോധമാണ് എന്നാണ് നാം ആത്മീയമായിട്ട് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ആത്മാവിനെ ഇങ്ങനെ വ്യാജമായ സുരക്ഷിതത്വത്തിന്റെ പഴുതുകളുണ്ടോ എങ്കിൽ ആന്തരിക ആഭിചാരത്തിന്റെ സ്വാധീനത്തിലാണ് നാം ഓരോരുത്തരും. 2 ദിനവൃത്താന്തം 18:22. 2 ദിനവൃത്താന്തം 18:22. നീ വിജയിക്കും. ഇതാ നിന്റെ ഈ പ്രവാചകന്മാരുടെ അധരങ്ങളിൽ കർത്താവ് വ്യാജത്തിന്റെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുന്നു. നിനക്കനർത്ഥം വരുത്തുമെന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. വ്യാജ സുരക്ഷിതത്വം ആത്മീയമായിട്ടും വൈകാരികമായിട്ടും നമ്മെ സ്വാധീനിക്കും. ആത്മീയ സ്വാധീനം അത് ദൈവങ്ങളുടെ പുറകെ പോകുന്നതായിരിക്കും. അത് ചിലപ്പോ ചില വ്യക്തികൾക്ക് ചില കൗൺസിലേഴ്സ് പോലും ആകാം. അവിടെ ആ കൗൺസിലേഴ്സ് അവർക്ക് വിഗ്രഹമായിട്ട് മാറുകയോ ദൈവമായി മാറുകയോ ചെയ്യാം. അല്ലെങ്കിൽ ചില ബന്ധങ്ങള് ആ തരത്തിലേക്ക് കടന്നു വരാം. 2 തെസ്സലോനിക്ക 2:3-4. 2 തെസ്സലോനിക്ക 2:3-4 തിരുവചനങ്ങൾ. ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ആ ദിവസത്തിന് മുൻപ് വിശ്വാസത്യാഗം ഉണ്ടാവുകയും നാശത്തിന്റെ സന്താനമായ അരാജകത്വത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിന്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. വൈകാരിക തലങ്ങളിലേക്ക് വരുമ്പോൾ കുഞ്ഞുനാള് മുതൽ ലഭിക്കാതിരുന്ന ചില സ്നേഹത്തിന്റെ തലങ്ങളിൽ അത് സ്വന്തമാക്കുന്ന വ്യാജമായ ഏതെങ്കിലും വ്യക്തിയുടെ സ്വാധീനമാകാം. അത് കടന്നു വരുന്നത് മിക്കപ്പോഴും മുഖസ്തുതികളിലൂടെയും അമിതമായ വൈകാരികമായ രീതിയിലുള്ള ഒരു അടുപ്പത്തിലൂടെയായിരിക്കാം. ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ വ്യക്തികളിലേക്ക് കുറ്റബോധവും ദേഷ്യവും അകൽച്ചയും ഭീഷണിയും കൊണ്ടുവരുന്ന തലത്തിലേക്ക് ഈ വൈകാരിക വ്യാജ സുരക്ഷിതത്വം കടന്നു വരുമ്പോൾ ആ വ്യക്തി അറിയാതെ അടിമയായി മാറുകയാണ് ചെയ്യുന്നത്. വൈകാരിക അടിമയായി മാറി വ്യാജമായ സുരക്ഷിതത്വത്തിലേക്ക് കടന്നു വരുന്നു. ഇത് വലിയൊരു മിഥ്യാബോധമാണ്. ആത്മീയ ജീവിതത്തെയും സാമൂഹിക ബന്ധങ്ങളെയും വ്യക്തിപരമായ മാനസിക വളർച്ചയെയും ആത്മീയ വളർച്ചയും തടസ്സപ്പെടുത്തുന്ന അതിഗൗരവമായ വിഗ്രഹമായിട്ട് മിഥ്യാബോധം കടന്നു വരികയാണ് ചെയ്യുന്നത്. ആണ് 2 തെസ്സലോനിക്ക 2:11 നാം വായിക്കുക. 2 തെസ്സലോനിക്ക 2:11. അതിനാൽ
വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും. ഇസ്രായേൽ ജനത്തിനെ പ്രവാചകര് തുടരെ ബാലിനെ അനുഗമിക്കരുത് എന്ന് ഉപദേശിച്ചിരുന്നു. കാരണം ബാൽ ദേവന്റെ പുറകെ പോകുക എന്നാൽ ഉടമ്പടി സ്നേഹത്തെ ത്യജിക്കുക എന്നുള്ളതാണ്. ഇന്നും ഈ വ്യാജ സുരക്ഷിതത്തിലേക്ക് മനുഷ്യൻ കടന്നു വരുമ്പോൾ നഷ്ടപ്പെടുത്തുന്നത് ഉടമ്പടി സ്നേഹത്തിന്റെ ബന്ധത്തിന്റെ മഹിമയാണ്. ഇന്ന് നാം ഓരോരുത്തരും നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തില് വെല്ലുവിളികൾ നമുക്ക് വരുന്നതും ഇത്തരം കോംപ്രമൈസസിന് വേണ്ടിയിട്ടാണ്. ഏലിയ ചോദിച്ച ചോദ്യം നമ്മുടെ ആത്മാവിലേക്ക് ഉള്ള ചോദ്യം തന്നെയാണ്. 1 രാജാക്കന്മാർ 18:21. 1 രാജാക്കന്മാർ 18:21. ഏലിയ ജനത്തെ സമീപിച്ച് ചോദിച്ചു, നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാൽ വയ്ക്കും? കർത്താവാണ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുവിൻ, ബാലാണ് ദൈവമെങ്കിൽ അവന്റെ പിന്നാലെ പോകുവിൻ. ജനം ഒന്നും പറഞ്ഞില്ല. മത്തായി 6:24. മത്തായി 6:24. 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അവരിനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവരിനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. 1 കൊരിന്തോസ് 10:21. 1 കൊരിന്തോസ് 10:21. ഒരേ സമയം കർത്താവിന്റെ പാനപാത്രവും പിശാചുക്കളുടെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കർത്താവിന്റെ മേശയിലും പിശാചുക്കളുടെ മേശയിലും ഭാഗവാക്കുകളാകാനും സാധിക്കുകയില്ല. വ്യാജ സുരക്ഷിതത്വത്തിൽ നിന്ന് മോചിതരായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കെൽപ്പുണ്ടാകുക എന്നുള്ളതാണ്. അതാണ് ഏലിയ പ്രവാചകൻ നമ്മെ കാണിച്ചു തരുന്നത്. 1 രാജാക്കന്മാർ 18:22. 1 രാജാക്കന്മാർ 18:22. ഏലിയ വീണ്ടും ജനത്തോട് പറഞ്ഞു, കർത്താവിന്റെ പ്രവാചകന്മാരിൽ ഞാനേ ശേഷിച്ചിട്ടുള്ളൂ, ഞാൻ മാത്രം. ബാലിനാകട്ടെ 450 പ്രവാചകന്മാരുണ്ട്. ഏലിയ ആത്മാവിൽ ജ്വലിച്ച് ആത്മീയ വെല്ലുവിളി നടത്തുന്നുണ്ട്. അതാണ് 1 രാജാക്കന്മാർ 18:26 മുതൽ 30 വരെയുള്ള വചനത്തിൽ നാം കാണുക. 1 രാജാക്കന്മാർ 18:26 മുതൽ 30 വരെ തിരുവചനങ്ങൾ. അവർ കാളയെ ഒരുക്കി പ്രഭാതം മുതൽ മധ്യാഹ്നം വരെ, ബാൽദേവ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ എന്ന് വിളിച്ചപേക്ഷിച്ചു. പ്രതികരണമുണ്ടായില്ല, ആരും ഉത്തരവും നൽകിയില്ല. ബലിപീഠത്തിനു ചുറ്റും അവർ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരുന്നു. ഉച്ചയായപ്പോൾ ഏലിയ അവരെ പരിഹസിച്ചു പറഞ്ഞു, ഉച്ചത്തിൽ വിളിക്കുവിൻ, ബാലൊരു ദേവനാണല്ലോ, അവൻ ദിവാസ്വപ്നം കാണുകയായിരിക്കാം, ദിനചര്യ അനുഷ്ഠിക്കുകയാവാം, യാത്ര പോയതാവാം, അല്ലെങ്കിൽ ഉറങ്ങുകയാവും, വിളർച്ചുണർത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവർ ശബ്ദമുയർത്തി വിളിച്ചു. ആചാരമനുസരിച്ച് വാളുകൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു രക്തമൊഴുക്കുകയും. മധ്യാഹ്നം കഴിഞ്ഞിട്ടും അവർ ഉന്മത്തരായി വിളിച്ചുകൊണ്ടിരുന്നു. ബലിക്ക് സമയമായി, എന്നിട്ടും ഒരു ശബ്ദവും ഉണ്ടായില്ല. ആരും ഉത്തരം നൽകിയില്ല, ആരും അവരുടെ പ്രാർത്ഥന ശ്രവിച്ചില്ല. അപ്പോൾ ഏലിയ ജനത്തോട് പറഞ്ഞു, അടുത്തു വരുവിൻ. എല്ലാവരും ചെന്നു. കർത്താവിന്റെ തകർന്നു കിടന്നിരുന്ന ബലിപീഠം അവൻ കേടുപോക്കി. ഏലിയായ്ക്ക് ദൈവത്തിന്റെ അധികാരത്തിലും അഗ്നിയിലുമായിരുന്നു വിശ്വാസം, അല്ലാതെ മനുഷ്യന്റെ അംഗീകാരത്തിലായിരുന്നില്ല. 1 രാജാക്കന്മാര് 18:38-39.
1 രാജാക്കന്മാർ 18:38-39 തിരുവചനങ്ങൾ. ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു. ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. അഗ്നിയായ ദൈവത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടോ? ഏശയ 10:17. ഏശയ്യ 10:17. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. ഹെബ്രായർ 12:29. ഹെബ്രായർ 12:29. കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ലേവ്യർ 9:24. ലേവ്യർ 9:24. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ബലിപീഠത്തിലിരുന്ന ദഹനബലിയും മേധസ്സും ദഹിപ്പിച്ചു. ഇത് കണ്ടപ്പോൾ ജനമെല്ലാം ആർത്തു വിളിച്ച് സാഷ്ടാംഗം വീണു. നാം തീ പിടിച്ച ആത്മാവാണോ? ഉണങ്ങിക്കിടക്കുന്ന വിറകുകൊള്ളിയാണോ? എവിടെയാണ് നമ്മുടെ ആത്മാവ്? വ്യാജമായ സുരക്ഷിതത്വത്തിലോ അഗ്നിയിലോ? ഇത് നാം വ്യക്തിപരമായി ഉത്തരം കൊടുക്കേണ്ടതാണ്. ബാലിനും ജസബലിനും തമ്മിൽ വളരെ ആഴമായ ബന്ധമുണ്ട്. ജസബല് ആഹാബ് രാജാവിന്റെ രാജ്ഞിയാണ്, ഭാര്യയാണ്. ജസബല് എത്ബാൽ സീദോന്റെ രാജാവും ബാലിന്റെ പുരോഹിതനുമാണ്. 1 രാജാക്കന്മാർ 16:31. 1 രാജാക്കന്മാർ 16:31. നെബാത്തിന്റെ മകൻ ജെറോബാമിന്റെ പാപങ്ങളിൽ വ്യാപരിച്ചത് പോരാഞ്ഞിട്ട് അവൻ സീദോൻ രാജാവായ എത്ബാലിന്റെ മകൾ ജസബലിനെ വിവാഹം ചെയ്യുകയും ബാൽദേവനെ ആരാധിക്കുകയും ചെയ്തു. ഇന്ന് ജസബൽ എന്ന് പറയുന്നത് ഒരു അരൂപിയാണ്. ജസബൽ അരൂപിയുള്ളോടത്ത് ആഹാബ് അരൂപിയും, ആഹാബ് അരൂപിയുള്ളോടത്ത് ജസബൽ അരൂപിയെയും നമുക്ക് കാണാൻ സാധിക്കും. വെളിപാട് 2:20. വെളിപാട് 2:20. എങ്കിലും നിനക്കെതിരായി എനിക്കൊന്ന് പറയാനുണ്ട്. പ്രവാചികയെന്ന് അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചോ ഭക്ഷിക്കുവാനും എന്റെ ദാസരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജസബൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിക്കുന്നു. എങ്ങനെയാണ് ഈ സഹിഷ്ണുത കാണിക്കപ്പെടുന്നത്? അവിടെയാണ് നാം ആന്തരിക ആഭിചാരത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. നാം ആന്തരിക ആഭിചാരത്തിന്റെ സ്വാധീനത്താലാണോ എങ്കിൽ നമ്മളിൽ നിന്ന് വശീകരണം, ആധിപത്യം, ഭീഷണി അങ്ങോട്ട് പോവുകയും അതുപോലെ തന്നെ വശീകരണത്താലും ആധിപത്യത്താലും ഭീഷണിയിലും വരുന്ന വ്യക്തികളായി നമ്മൾ. വശീകരണം, ഇവിടെയാണ് വ്യഭിചാര ദുർഭൂതം തന്റെ സ്വാധീനം കടന്നു വരുന്നത്. ഹോസിയ 5:4. ഹോസിയ 5:4. തങ്ങളുടെ ദൈവത്തിന്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. അവർ കർത്താവിനെ അറിയുന്നുമില്ല. ഹോസിയ 4:12. ഹോസിയ 4:12.
തടിക്കഷ്ണത്തോടെ എന്റെ ജനം ഓരോ സംഗതി ആരായുന്നു. അവരുടെ ദണ്ഡ് അവർക്ക് പ്രവചനമല്ലുന്നു. വ്യഭിചാരത്തിന്റെ ദുർഭൂതം അവരെ വഴിതെറ്റിച്ചു. പരസംഗത്തിനു വേണ്ടി തങ്ങളുടെ ദൈവത്തെ അവർ പരിത്യജിച്ചു. 2 പത്രോസ് 2:14. 2 പത്രോസ് 2:14. വ്യഭിചാരാസക്തി നിറഞ്ഞതും പാപത്തിൽ നിന്ന് വിരമിക്കാത്തതുമാണ് അവരുടെ കണ്ണുകൾ. അവർ ചഞ്ചല മനസ്കരെ വശീകരിക്കുന്നു. അവർ അത്യാഗ്രഹത്തിൽ തഴക്കം നേടിയ ഹൃദയമുള്ളവരും ശാപത്തിന്റെ സന്തതികളുമാണ്. വശീകരണത്തിന് ശേഷം ചിന്താതലത്തിലേക്ക് ആധിപത്യം കടത്തിക്കൊണ്ടുവരികയും അതിൻ്റെ എല്ലാ മേഖലകളിലും വൈറസ് പിടിക്കുന്ന പോലെ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ആ അരൂപിയുടെ വേട്ട. 2 കൊരിന്തോസ് 11:3. 2 കൊരിന്തോസ് 11:3. എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വശീകരണം ആധിപത്യത്തിന് ശേഷം മനുഷ്യന്റെ അഹമുള്ളത് കൊണ്ട് ആദ്യ തലത്തിൽ പലരും വീണുപോകും വശീകരണത്തിൽ. പക്ഷെ ആധിപത്യത്തിലേക്ക് വരുമ്പോ എതിർക്കാൻ തുടങ്ങുമ്പോൾ ഭീഷണികൾ വരാൻ തുടങ്ങും. നാം ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? നമ്മൾ ആരുടെയെങ്കിലും ഭീഷണിയിലേക്ക് വരുന്നുണ്ടോ? 1 രാജാക്കന്മാർ 19:2. 1 രാജാക്കന്മാർ 19:2. അപ്പോൾ അവൾ ദൂതനെ അയച്ച് ഏലിയായോട് പറഞ്ഞു, നാളെ ഈ നേരത്തിനു മുമ്പ് ഞാൻ നിന്റെ ജീവൻ ആ പ്രവാചകന്മാരിൽ ഒരുവന്റേതുപോലെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ അതും അതിലപ്പുറവും എന്നോട് ചെയ്യട്ടെ. നാം ധ്യാനിക്കുന്ന രാജാവ് ഇതിൽ നിന്നെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ രാജാവിനെ കുറിച്ച് പറയുന്ന വചനങ്ങള് 2 ദിനവൃത്താന്തം 17:4 മുതൽ 6 വരെയുള്ള വചനങ്ങൾ. 2 ദിനവൃത്താന്തം 17:4 മുതൽ 6 വരെ തിരുവചനങ്ങൾ. അവൻ പിതാവിന്റെ ദൈവത്തെ തേടുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്തു. ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗം സ്വീകരിച്ചതുമില്ല. കർത്താവ് യെഹോശാഫാത്തിന് രാജ്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണം നൽകി. യൂദാ മുഴുവനും അവന് കാഴ്ചകൾ കൊണ്ടുവന്നു. അങ്ങനെ അവന്റെ ധനവും മാനവും പെരുകി. അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു. യൂദയായിലെ പൂജാഗിരികളും അശേര പ്രതിഷ്ഠകളും നശിപ്പിച്ചു. നമുക്കിതിലെ 5-ാം വചനത്തിലേക്ക് ഒന്ന് പ്രത്യേകമായിട്ട് നോക്കാം. ധനവും മാനവും പെരുകി. ജസബലിന് സഹിഷ്ണുത കാണിക്കുന്നവരിലെ ധനവും മാനവും നഷ്ടപ്പെടും. ധനം എന്ന് പറയുന്നത് ആത്മീയമായിട്ടും ഭൗതികമായിട്ടുമാണ്. ആത്മീയമായിട്ട് വചനം ഉണ്ടെങ്കിൽ, കൃപകളുണ്ടെങ്കിൽ അത് ജസബൽ അരൂപി നശിപ്പിച്ചിരിക്കും. മാനം നശിപ്പിക്കുന്നതിൽ അത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ്. ഈ അരൂപിയാണ് ഈ കാലഘട്ടത്തിലെ സമർപ്പിതരെയും നേതാക്കന്മാരെയും കുടുംബജീവിതത്തിലുള്ളവരെയും തകർക്കുന്ന അരൂപി. അവിടെയാണ് ഉടമ്പടി സ്നേഹത്തിന്റെ മഹത്വം കുടുംബജീവിതത്തിലും പൗരോഹിത്യ ജീവിതത്തിലും സമർപ്പണ ജീവിതത്തിലും വരുന്നത്. ആത്മീയ വളർച്ചയില് മാനം പെരുകുമ്പോൾ കാണുന്ന പ്രത്യേകത, നമ്മെ കാണുന്നവർ ദൈവികമായിട്ട് ഭയപ്പെടും. കാരണം അവരിലുള്ള തിന്മയാണ് ആ ചോദ്യമായിട്ട് അവരുടെ മുമ്പിൽ നിൽക്കുക.
അപ്പസ്തോല നടപടി 5:13. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5:13. മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല, എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു പോന്നു. നിയമാവർത്തനം 28:10. നിയമാവർത്തനം 28:10. കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. ജോഷുവ 2:9. ജോഷുവ 2:9. കർത്താവ് ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ ഞങ്ങളെ ഭയചകിതരാക്കുന്നു. നാട് മുഴുവൻ നിങ്ങളെ കുറിച്ചുള്ള ഭീതി നിറഞ്ഞിരിക്കുന്നു. ജ്ഞാനം 5:2. ജ്ഞാനം 5:2. അവർ അവനെ കാണുമ്പോൾ ഭയം കൊണ്ട് വിറയ്ക്കും. അവന്റെ അപ്രതീക്ഷിത രക്ഷയിൽ അവർ വിസ്മയിക്കും. നിയമാവർത്തനം 11:25. നിയമാവർത്തനം 11:25. ആർക്കും നിങ്ങളെ ചേർത്തു നിൽക്കാൻ കഴിയുകയില്ല. നിങ്ങളുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ കാലുകുത്തുന്ന സകല പ്രദേശങ്ങളിലും നിങ്ങളെ കുറിച്ച് ഭയവും പരിഭ്രാന്തിയും അവിടുന്ന് സംജാതമാക്കും. നിയമാവർത്തനം 2:25. നിയമാവർത്തനം 2:25. ഇന്ന് ഞാൻ ആകാശത്തിന് കീഴുള്ള സകല ജനതകളിലും നിങ്ങളെ കുറിച്ച് ഭയവും പരിഭ്രമവും ഉളവാക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ അവർ ഭയന്ന് വിറയ്ക്കുകയും നിങ്ങളുടെ മുമ്പിൽ വിറങ്ങലിക്കുകയും ചെയ്യും. വ്യാജ സുരക്ഷിതത്വം ഉപേക്ഷിക്കുമ്പോൾ കർത്താവ് സമൃദ്ധമായിട്ട് ധനം നൽകും. വചനത്താലും ആത്മീയ കൃപകളാലും ഭൗതിക നന്മയാലും. നിയമാവർത്തനം 28:11. നിയമാവർത്തനം 28:11. നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും. സമൃദ്ധമായ വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും. നിയമാവർത്തനം 28:8. നിയമാവർത്തനം 28:8. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. പ്രഭാഷകൻ 39:33. പ്രഭാഷകൻ 39:33. കർത്താവിന്റെ പ്രവൃത്തികൾ ഉത്തമമാണ്. യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഫിലിപ്പിയ 4:19. ഫിലിപ്പി 4:19. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. പിന്നെ ഈ രാജാവിനെ കുറിച്ച് പറയുന്ന പൂർണ്ണ നിയന്ത്രണം നൽകി എന്നുള്ളതാണ്. മനുഷ്യൻ ദൈവകൽപ്പനകള് പാലിക്കാതെ വന്നപ്പോഴാണ് ദൈവിക ആധിപത്യം നഷ്ടപ്പെടുത്തിയത്. ദൈവകൽപ്പനകള് പാലിക്കുന്നവർക്ക് ദൈവിക ആധിപത്യം, അതായത് പൂർണ്ണ നിയന്ത്രണം നൽകും. ഉൽപ്പത്തി 1:26. ഉൽപ്പത്തി 1:26. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവന്റെയും ഭൂമിയിൽ എഴയുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 8:6. സങ്കീർത്തനങ്ങൾ 8:6. അങ്ങ് സ്വന്തം കരവേലകൾക്ക് മേൽ അവൻ ആധിപത്യം നൽകി, എല്ലാറ്റിനെയും അവന്റെ പാദത്തിന് കീഴിലാക്കി. പ്രഭാഷകൻ 17:1-2.
പ്രഭാഷകൻ 17:1-2 തിരുവചനങ്ങൾ. കർത്താവ് മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം മാത്രം അവിടുന്ന് മനുഷ്യർക്ക് നൽകി. എന്നാൽ ഭൂമിയിലുള്ള സകലത്തിന്റെയും മേൽ അവർക്ക് അധികാരം കൊടുത്തു. ലൂക്ക 10:19. ഇതാ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. റോമ 16:20. റോമ 16:20. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്തു കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 91:13. സങ്കീർത്തനങ്ങൾ 91:13. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും, യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. ആന്തരിക ആഭിചാരത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് മോചിതരായി ജീവിക്കണമെങ്കിൽ ബോധ്യങ്ങളുള്ള പഠനത്തിൽ ആയിരിക്കണം നമ്മുടെ ജീവിതം. അത് വചനാധിഷ്ഠ കത്തോലിക്ക സഭയുടെ പഠനങ്ങളോടും ചേർന്നതായിരിക്കണം. അപ്പോഴേ നമുക്ക് പൂർണ്ണതയിലേക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന അതല്ലല്ലോ. കേൾക്കാൻ ഇമ്പമുള്ളതും അവൻ ചെയ്യുന്ന തെറ്റുകൾ ശരിയാണെന്ന് അവനെ ആശ്വസിപ്പിക്കുന്ന പഠനങ്ങൾക്കും വിശ്വാസ പ്രഘോഷണമില്ലാത്ത ഭക്തി പ്രകടനങ്ങൾക്കും പുറകെ പോകാനല്ലേ പലരും താല്പര്യപ്പെടുന്നത്. 2 തിമോത്തി 4:3. 2 തിമോത്തി 4:3. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. ഏശയ്യ 30:10. യേശയ്യ 30:10. ദർശിക്കരുത് എന്ന് ദീർഘദർശികളോടും ശരിയായിട്ടുള്ളത് ഞങ്ങളോട് പ്രവചിക്കരുത്, മറിച്ച് കേൾക്കാൻ ഇമ്പമുള്ളതും മിഥ്യയായിട്ടുള്ളതും മാത്രം പറയുക. നേർവഴി വിട്ടുപോവുക, മാർഗത്തിൽ നിന്ന് പിന്തിരിയുക. ഇസ്രായേലിന്റെ പരിശുദ്ധനെ പറ്റി ഇനി ഒന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ടതില്ല എന്ന് പ്രവാചകരോടും അവർ പറയുന്നു. ദൈവോന്മുഖമായി ജീവിച്ച ഈ രാജാവ് എന്താ ചെയ്തത്? 2 ദിനവൃത്താന്തം 17:7-9 വരെയുള്ള വചനങ്ങൾ. 2 ദിനവൃത്താന്തം 17:7-9 വരെ തിരുവചനങ്ങൾ. തന്റെ 3-ാം ഭരണവർഷം യഹോശാഫാത്ത് യൂദാ നഗരങ്ങളിൽ ജനങ്ങളെ പഠിപ്പിക്കാൻ ഉപദേഷ്ടാക്കളായി ബെൻഹൈൻ, ഒബാദിയ, സക്കറിയ, നെതനേൽ, മിഖായ എന്നിവരെ അയച്ചു. അവരോടൊപ്പം ലേവ്യരായ ഷെമായ, നെഥാനിയ, സെബദിയ, അസ്ഹേൽ, ഷെമിറ, മോത്ത്, യഹോനാഥാൻ, അദോനിയ, തോബിയ, തോബ്, അദോനിയ എന്നിവരെയും പുരോഹിതന്മാരായ എലിഷാമ, യഹോറാം എന്നിവരെയും അയച്ചു. അവർ കർത്താവിന്റെ നിയമഗ്രന്ഥവുമായി യൂദാ നഗരങ്ങളിലെല്ലാം ചെന്ന് ജനത്തെ പഠിപ്പിച്ചു. ബോധ്യങ്ങൾ നിറഞ്ഞ പഠനങ്ങളെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് നമ്മെ നയിക്കുള്ളൂ. 2 ദിനവൃത്താന്തം 17:12. 2 ദിനവൃത്താന്തം 17:12. യഹോശാഫാത്ത് അടിക്കടി പ്രബലനായി കൊണ്ടിരുന്നു. യൂദയായിലെങ്ങും കോട്ടകളും സംഭരണ നഗരങ്ങളും പണിതു. പഠനങ്ങളാണ് നമ്മളെ പ്രബലരാക്കുന്നത്, അല്ലാതെ വ്യാജ ഭക്തി പ്രകടനങ്ങളല്ല. അതിൻ്റെ പുറകെ പലപ്പോഴും
ബാലിന്റെ സ്വാധീനങ്ങളുണ്ട്. നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിട്ടുള്ളത് തീ പിടിച്ച ആത്മാക്കളാവാൻ വേണ്ടിയാണെങ്കിൽ ആ ആത്മാക്കളെ കാണുമ്പോൾ ഈ ലോകത്തിന്റെ രാജാക്കന്മാർ എഴുന്നേറ്റ് നിൽക്കും. ഏശയ്യാ 49:6 മുതൽ 9 വരെയുള്ള വചനം. യേശയ്യാ 49:6 മുതൽ 9 വരെ തിരുവചനങ്ങൾ. അവിടുന്ന് അരുളി ചെയ്യുന്നു: യാക്കോബിന്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എന്റെ ദാസനായിരിക്കുക വളരെ ചെറിയ കാര്യമാണ്. എന്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിന്റെ പ്രകാശമായി നൽകും. ഏറ്റവും വെറുക്കപ്പെട്ടവനും ജനതകളാൽ നിന്ദിതനും ഭരണാധികാരികളുടെ ദാസനുമായവനോട് ഇസ്രായേലിന്റെ പരിശുദ്ധനും വിമോചകനുമായ കർത്താവ് അരുളി ചെയ്യുന്നു: നിന്നെ തെരഞ്ഞെടുത്ത ഇസ്രായേലിന്റെ പരിശുദ്ധനും വിശ്വസ്തനുമായ കർത്താവ് നിമിത്തം രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ നിന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യും. പ്രഭാഷകൻ 39:4a. പ്രഭാഷകൻ 39:4. അവൻ മഹാന്മാരെ സേവിക്കുന്നു, ഭരണാധിപന്മാരുടെ മുമ്പിലും അവന് പ്രവേശനമുണ്ട്. രാജാവ് പ്രബലനായപ്പോൾ മനുഷ്യനുണ്ടാകുന്ന ബലഹീനത രാജാവിനെയും സ്വാധീനിച്ചു. ജ്ഞാനമില്ലാത്ത തീരുമാനങ്ങളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതാണ് നാം 2 ദിനവൃത്താന്തം 18:1 വായിക്കുക. 2 ദിനവൃത്താന്തം 18:1. യഹോശാഫത്തിന് സമ്പത്തും പ്രശസ്തിയും വർദ്ധിച്ചു. അവൻ ആഹാബ് കുടുംബവുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു. വിവാഹബന്ധം, ആന്തരിക ആഭിചാരത്തെ പഠിക്കുമ്പോൾ ഇവിടെ നാം മനസ്സിലാക്കുന്നത് ആഴമായ ബന്ധങ്ങളെ കുറിച്ചാണ്. ആഹാബ് ഔദ്യോഗികമായിട്ട് ദൈവിക വഴിയിലൂടെ പോകേണ്ട ആളാണെങ്കിലും പക്ഷെ ആന്തരികമായിട്ട് വിഗ്രഹാരാധനയ്ക്ക് പ്രാമുഖ്യം കൊടുത്ത വ്യക്തിയാണ്. അതുകൊണ്ടല്ലേ അവൻ തേടിപ്പിടിച്ചത് ജസബൽ രാജ്ഞിയെ. ഇവിടെയാണ് ബന്ധങ്ങൾ നാം ആരോടാണ്, അതും പ്രത്യേകമായ ആഴമായ ബന്ധങ്ങൾ ആരോടാണ് നാം പുലർത്തുന്നത്, അതിൻ്റെ വിവേചനമാണ് നമ്മളെ യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക് നയിക്കുള്ളൂ. 1 യോഹന്നാൻ 4:1. 1 യോഹന്നാൻ 4:1. പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ. പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. 1 തെസ്സലോനിക്ക 5:21. 1 തെസ്സലോനിക്ക 5:21. എല്ലാം പരിശോധിച്ചു നോക്കുവിൻ, നല്ലവയെ മുറുകെ പിടിക്കുവിൻ. ആഴമായ ബന്ധങ്ങളിലേക്ക് പോരുമ്പോൾ വ്യാജ സുരക്ഷിതത്വം നൽകാൻ പല വ്യക്തികളിലും ഇന്ന് കാണപ്പെടുന്നത് ആത്മതലത്തില് സ്പിരിറ്റ് വൈഫും സ്പിരിറ്റ് ഹസ്ബൻഡ്സുമാണ്. ഇത് അവരെ വലിയ കെണിയിലേക്കാണ് നയിക്കുന്നത്. ദൈവബന്ധത്തിൽ നിന്ന്, ദാമ്പത്യ ബന്ധത്തിൽ നിന്ന്, പൗരോഹിത്യ വിശുദ്ധിയിൽ നിന്ന്, സമർപ്പണത്തിൽ നിന്ന് അകറ്റുന്ന അരൂപിയാണ് സ്പിരിറ്റ് വൈഫ്, സ്പിരിറ്റ് ഹസ്ബൻഡ്. ജോഷുവ 23:12-13. ജോഷുവ 23:12-13 തിരുവചനങ്ങൾ. എന്നാൽ ഇക്കാര്യം വിസ്മരിച്ച് നിങ്ങളുടെ ഇടയിൽ അവശേഷിച്ചിരിക്കുന്ന ഈ ജനങ്ങളുമായി ഇടപഴകുകയോ അവരുടെ സ്ത്രീകളെ വിവാഹം ചെയ്യുകയോ നിങ്ങളുടെ സ്ത്രീകളെ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ജനങ്ങളെ നിങ്ങളുടെ ഇടയിൽ നിന്ന് മേലിൽ നിർമ്മാർജ്ജനം ചെയ്യുകയില്ലെന്ന് അറിഞ്ഞുകൊള്ളുവിൻ.
നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വിശിഷ്ട ദേശത്ത് നിന്ന് നിങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നത് വരെ അവർ നിങ്ങൾക്ക് കെണിയും കുടുക്കും, മുതുകിൽ ചാട്ടയും കണ്ണിൽ മുള്ളുമായിരിക്കും. ജ്ഞാനം ലഭിച്ച സോളമൻ രാജാവിനെ പോലും തകർത്തതാണ് അത്തരം ബന്ധങ്ങൾ. ജ്ഞാനമില്ലാത്ത നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? സ്പിരിറ്റ് വൈഫിനെയും സ്പിരിറ്റ് ഹസ്ബൻഡിനെയും കൊണ്ടു നടക്കുന്ന ഒരു ആത്മീയ ജീവിതത്തിൽ 1 രാജാക്കന്മാർ 11:3-4. 1 രാജാക്കന്മാർ 11:3-4 തിരുവചനങ്ങൾ. അവന് രാജ്ഞി സ്ഥാനമുള്ള 700 ഭാര്യമാരും 300 ഉപനാരികളും ഉണ്ടായിരുന്നു. അവർ അവന്റെ ഹൃദയം വ്യതിചലിപ്പിച്ചു. സോളമന് വാർദ്ധക്യമായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് തിരിച്ചു. പിതാവായ ദാവീദ് ദൈവമായ കർത്താവിനോട് വിശ്വസ്തനായിരുന്ന പോലെ അവൻ അവിടുത്തോട് പൂർണ്ണ വിശ്വസ്തത പാലിച്ചില്ല. ഇങ്ങനെ ആഴമായ ബന്ധത്തിൽ നിന്നാണ് പിന്നെ ആത്മീയ യുദ്ധത്തിലേക്ക് പുറപ്പെടുമെങ്കിൽ ആ ആത്മാവിന്റെ അവസ്ഥ എന്തായിരിക്കും? ഈ രാജാവ് ഇനി ക്ഷണിക്കപ്പെടുകയാണ് യുദ്ധത്തിന്റെ സഖ്യത്തിന് വേണ്ടിയിട്ട്. അതാണ് നാം 2 ദിനവൃത്താന്തം 18:3 നാം വായിക്കുക. 2 ദിനവൃത്താന്തം 18:3. ഇസ്രായേൽ രാജാവായ ആഹാബ് യൂദാ രാജാവായ യഹോശാഫത്തിനോട് ചോദിച്ചു, റാമോത്ത് വേഗിലെയാദിലേക്ക് നീ എന്നോടുകൂടി വരുമോ? യഹോശാഫാത്ത് മറുപടി പറഞ്ഞു, നീ തയ്യാറാണെങ്കിൽ ഞാനും തയ്യാർ. എന്റെ സൈന്യം നിന്റെ സൈന്യത്തെ പോലെ തന്നെ. ഞങ്ങൾ നിങ്ങളോടൊത്ത് യുദ്ധത്തിന് പോരാം. ഇങ്ങനെ പറഞ്ഞെങ്കിലും ആദ്യകാലം ദൈവമായി യാത്ര ചെയ്ത ചില ശീലങ്ങൾ കൊണ്ട് ദൈവത്തോട് ആരായമെന്ന് രാജാവ് പറയുന്നുണ്ട്. അതാണ് 2 ദിനവൃത്താന്തം 18:4 നാം വായിക്കുന്നത്. 2 ദിനവൃത്താന്തം 18:4. അവൻ തുടർന്നു, ആദ്യം കർത്താവിന്റെ ഹിതം ആരായാം. ആഹാബ് രാജാവ് വ്യതിചലിച്ച് ജീവിക്കുന്ന മനുഷ്യന് യഥാർത്ഥ പ്രവാചകനെ കേൾക്കണ്ട. അവന് വ്യാജമായതിലാണ് താല്പര്യം. ഇന്നും വ്യാജ സുരക്ഷിതത്വം തേടുന്ന കൗൺസിലേഴ്സ് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങള് നടക്കുമോ ഇല്ലയോ എന്നാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. വിഗ്രഹങ്ങൾ വെച്ചിട്ടാണ് വരുന്നത്, ദൈവഹിതം അറിയാൻ വേണ്ടിയിട്ടല്ല. ഇന്ന് പല ധ്യാന കേന്ദ്രങ്ങളിലേക്ക് മനുഷ്യൻ പോകുന്നത് അവനിലുള്ള പാപത്തിന്റെ വേര് വ്യാജ സുരക്ഷിതത്വത്തെ ഇല്ലായ്മ ചെയ്യാനല്ല, അവൻ ഈ ലോകത്തിൽ കെട്ടിപ്പടുക്കാൻ പോകുന്ന ചില മൂഢ സ്വർഗത്തിന്റെ വിജയമാണ് അന്വേഷിക്കുന്നത്. എസെക്കിയേൽ 14:4. എസെക്കിയേൽ 14:4. ആകയാൽ നീ അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടും പാപഹേതുക്കൾ കണ്ണിന് മുമ്പിൽ തന്നെ വെച്ചുകൊണ്ടും പ്രവാചകനെ സമീപിക്കുന്ന ഇസ്രായേൽ ഭവനത്തിലെ ഓരോ അംഗത്തിനും അവന്റെ വിഗ്രഹങ്ങളുടെ ബാഹുല്യത്തിനനുസൃതമായി കർത്താവായ ഞാൻ തന്നെ ഉത്തരം നൽകും. ഉത്തരം ലഭിക്കുന്നത് നുണകൾ കൊണ്ടായിരിക്കും. ആ പ്രവാചകരിലൂടെ നുണയായിരിക്കും സംസാരിക്കുക. 1 രാജാക്കന്മാർ 22:22. 1 രാജാക്കന്മാർ 22:22. കർത്താവ് ചോദിച്ചു, എങ്ങനെ? അവൻ പ്രതിവചിച്ചു, ഞാൻ ചെന്ന് അവന്റെ എല്ലാ പ്രവാചകന്മാരുടെയും അധരങ്ങളിൽ നുണയുടെ ആത്മാവായിരിക്കും. അവിടുന്ന് കൽപ്പിച്ചു, അവനെ വശീകരിക്കുക, നീ വിജയിക്കും, പോയി അങ്ങനെ ചെയ്യൂ. 2 ദിനവൃത്താന്തം 18:6-7. 2 ദിനവൃത്താന്തം 18:6-7 തിരുവചനങ്ങൾ. അപ്പോൾ യഹോശാഫാത്ത് ചോദിച്ചു,
കർത്താവിന്റെ ഇംഗിതം ആരായാൻ അവിടുത്തെ പ്രവാചകനായി മറ്റാരും ഇവിടെ ഇല്ലേ? ഇസ്രായേൽ രാജാവ് പറഞ്ഞു, കർത്താവിന്റെ ഹിതം ആരായാൻ ഒരാൾ കൂടിയുണ്ട്, ഇംലായുടെ മകൻ മിഖായ. എന്നാൽ എനിക്ക് അവനോട് വെറുപ്പാണ്. അവൻ എനിക്ക് തിന്മയല്ലാതെ നന്മ ഒരിക്കലും പ്രവചിക്കുകയില്ല. യഹോവശാഫാത്ത് പറഞ്ഞു, രാജാവ് അങ്ങനെ പറയരുതേ. 2 ദിനവൃത്താന്തം 18-12 മുതൽ 16 വരെയുള്ള വചനങ്ങൾ. 2 ദിനവൃത്താന്തം 18-12 മുതൽ 16 വരെ തിരുവചനങ്ങൾ. മിഖായയെ വിളിക്കാൻ ചെന്ന രാജസേവകൻ അവനോട് പറഞ്ഞു, എല്ലാ പ്രവാചകന്മാരും ഏകസ്വരത്തിൽ രാജാവിന് അനുകൂലമായി പ്രവചിച്ചിരിക്കുന്നു. അങ്ങും അവരെ പോലെ അനുകൂലമായി പ്രവചിക്കുക. മിഖായ പറഞ്ഞു, കർത്താവാണേ എന്റെ ദൈവം അരുളി ചെയ്യുന്നതെന്തോ അത് ഞാൻ പറയും. അവൻ വന്നപ്പോൾ രാജാവ് ചോദിച്ചു, മിഖായ, ഞങ്ങൾ റാമോത്ത് വേഗിലെ അതിലെതിരെ യുദ്ധത്തിന് പോകണമോ വേണ്ടായോ? മിഖായ പറഞ്ഞു, പോയി വിജയം വരിക്കുക. കർത്താവ് അവരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കും. രാജാവ് പറഞ്ഞു, കർത്താവിന്റെ നാമത്തിൽ എന്നോട് സത്യമേ പറയാവൂ എന്ന് എത്ര പ്രാവശ്യം ഞാൻ ആവശ്യപ്പെടണം? അപ്പോൾ മിഖായ പറഞ്ഞു, ഇടയനില്ലാത്ത ആടുകളെ പോലെ ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. ഇവർക്ക് നാഥനില്ല. കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, ഇവർ സ്വഭവനത്തിലേക്ക് സമാധാനത്തോടെ മടങ്ങട്ടെ. പ്രവാചകർ പറഞ്ഞതേ സത്യമായി ഭവിക്കൂ. യുദ്ധത്തിന് പുറപ്പെട്ടു, കൈവെട്ടു പോയി എന്ന് കണ്ടപ്പോൾ രാജാവിന് ഓർമ്മയുണ്ടായിരുന്നു ദയാലുവായ ദൈവത്തെക്കുറിച്ച്. അതുകൊണ്ട് കരഞ്ഞു. നമുക്കും ഇതുപോലെ ചിലപ്പോഴൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടാവാം, വ്യാജമായ സുരക്ഷിതത്വത്തിലെ തേടിയിട്ടുണ്ടാവാം. പക്ഷേ സത്യമറിയുമ്പോൾ തിരിച്ചു വരാനും കരയാനുമാണ് ഈ ഉപവാസകാലം. 2 ദിനവൃത്താന്തം 18-31. 2 ദിനവൃത്താന്തം 18-31. യഹോശാഫാത്തിനെ കണ്ടപ്പോൾ, ഇതാ ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവർ അവനെ ആക്രമിച്ചു. അപ്പോൾ യഹോശാഫാത്ത് നിലവിളിച്ചു. കർത്താവ് അവനെ സഹായിച്ചു. അവരിൽ നിന്ന് ദൈവം അവനെ വിടുവിച്ചു. സങ്കീർത്തനം 34:6. സങ്കീർത്തനങ്ങൾ 34:6. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. നന്മയുടെ അംശം ഉള്ളത് കൊണ്ടൊക്കെയാണ് നമ്മൾ ഈ വചനം ശ്രവിക്കുന്നത്. തിരിച്ചു വരാൻ നമുക്ക് ഇപ്പോഴും ദൈവം അവസരം തരാണ്. 2 ദിനവൃത്താന്തം 19-2-3. 2 ദിനവൃത്താന്തം 19-2-3 തിരുവചനങ്ങൾ. അപ്പോൾ ഹനാനിയുടെ മകനായ യേഹൂ ദീർഘദർശി അവനെ കാണുവാൻ ചെന്നു. അവൻ രാജാവിനോട് പറഞ്ഞു, നീ അധർമ്മികളെ സഹായിക്കുകയും കർത്താവിനെ ദ്വേഷിക്കുന്നവരെ സ്നേഹിക്കുകയും ചെയ്യുന്നുവോ? നിന്റെ ഈ പ്രവൃത്തി മൂലം കർത്താവിന്റെ ക്രോധം നിനക്കെതിരെ പുറപ്പെട്ടിരിക്കുന്നു. എന്നാലും അക്ഷേര പ്രതിഷ്ഠകളെ നശിപ്പിക്കുകയും ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിനാൽ നിന്നിൽ കുറച്ച് നന്മയുണ്ട്. ആ നന്മയ്ക്ക് ഫലമായി 2 ദിനവൃത്താന്തം 19:8-9. 2 ദിനവൃത്താന്തം 19:8-9 തിരുവചനങ്ങൾ. കർത്താവിന്റെ നാമത്തിൽ വിധിക്കുന്നതിനും തർക്കം തീർക്കുന്നതിനും യഹോശാഫാത്ത് ഏതാനും ലേവ്യരെയും പുരോഹിതന്മാരെയും കുടുംബത്തലവന്മാരെയും ജെറുസലേമിൽ നിയമിച്ചു. അവിടെയായിരുന്നു അവരുടെ ആസ്ഥാനം. അവൻ അവരോട് നിർദ്ദേശിച്ചു, ദൈവഭയത്തോടും വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി നിങ്ങളുടെ കർത്തവ്യം നിർവഹിക്കുവിൻ. ആ സമൂഹം അങ്ങനെ വളർന്നതുകൊണ്ട് യുദ്ധമില്ലാതെ വരുന്നില്ല. ഇനിയും യുദ്ധത്തെ നേരിടേണ്ടി വരുന്ന അവസ്ഥ.
പക്ഷെ ആ യുദ്ധ സമയത്ത് സഖ്യത്തിനല്ല പോയത്, ഉപവാസത്തിനാണ് പോയത്. തിരിച്ചു വരുന്ന നാം, വ്യാജ സുരക്ഷിതങ്ങൾ ഉപേക്ഷിച്ചു വരുന്ന നാം യുദ്ധങ്ങൾക്ക് റെഡിയാകണം. പക്ഷെ ഉപവാസത്താലും പ്രാർത്ഥനയാണ്. 2 ദിനവൃത്താന്തം 20:1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ. 2 ദിനവൃത്താന്തം 20:1 മുതൽ 3 വരെ തിരുവചനങ്ങൾ. കുറെ കാലം കഴിഞ്ഞ് മൊവാബ്യരും അമ്മോന്യരും മെയൂന്യരും ചേർന്ന് യഹോശാഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന് യഹോശാഫാത്തിനോട് പറഞ്ഞു, കടലിനക്കരെ ഏദോമിൽ നിന്ന് ഒരു വലിയ സൈന്യം നിനക്കെതിരെ വരുന്നു. ഇതാ അവർ ഹാസോൺ താമാറിൽ, അതായത് എൻഗേദിൽ എത്തിക്കഴിഞ്ഞു. അവൻ ഭയന്ന് കർത്താവിലേക്ക് തിരിയാൻ തീരുമാനിക്കുകയും യൂദായിലെങ്ങും ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ ഉപവാസം ഫലം കണ്ടെങ്കിൽ ഇന്നും ഉപവാസവും പ്രാർത്ഥനയും ഫലം കാണും. കാരണം ഉപവാസവും പ്രാർത്ഥനയും ഒരു വർഷത്തിലെ, പ്രത്യേകമായി നോമ്പ് കാലത്തിലെ സമയം എന്ന് പറയുന്നത് ഒരു വർഷത്തിന്റെ ദശാംശമാണെന്ന് സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. 2 ദിനവൃത്താന്തം 20:14-15. 2 ദിനവൃത്താന്തം 20:14-15 തിരുവചനങ്ങൾ. അപ്പോൾ കർത്താവിന്റെ ആത്മാവ് സഭാമധ്യം നിന്നിരുന്ന ആസാഫ് വംശജനും ലേവ്യനും ആയ യഹസിയേലിന്റെ മേൽ വന്നു. അവൻ സഖറിയ ബനായയുടെയും ബനായ ജയിയേലിന്റെയും ജയിയേൽ മത്താനിയയുടെയും മകനായിരുന്നു. യഹസിയേൽ പറഞ്ഞു, യൂദയായിലും ജെറുസലേമിലും വസിക്കുന്നവരും യഹോശാഫാത്ത് രാജാവും കേൾക്കട്ടെ. കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളല്ല, ദൈവമാണ് പൊരുതുന്നത്. നാളെ അവർക്കെതിരെ പുറപ്പെടുക. വിജയം നൽകുന്ന ദൈവത്തിന് സ്തുതികൾ അർപ്പിച്ച് ശക്തരാകാനുള്ള വിളിയും കൂടിയാണ് നാം ഓരോരുത്തർക്കുമുള്ളത്. 2 ദിനവൃത്താന്തം 20:21 മുതൽ 23 വരെയുള്ള വചനങ്ങൾ. 2 ദിനവൃത്താന്തം 20:21 മുതൽ 23 വരെ തിരുവചനങ്ങൾ. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് സൈന്യങ്ങളുടെ മുമ്പേ നടന്ന് കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുത്തെ അചഞ്ചല സ്നേഹം ശാശ്വതമാണ് എന്ന് പാടാൻ ജനങ്ങളുമായി ആലോചിച്ച് അവൻ ഗായകരെ നിയോഗിച്ചു. അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ യൂദായെ ആക്രമിക്കാൻ വന്ന അമ്മോന്യർ, മെവാബ്യർ, സെയീർ പർവ്വത നിവാസികൾ എന്നിവർക്കെതിരെ കർത്താവ് കെണിയൊരുക്കി. അവർ തുരത്തപ്പെട്ടു. അമ്മോന്യരും മൊവാബ്യരും ഒരുമിച്ച് സെയീർ പർവ്വത നിവാസികളോട് പൊരുതി അവരെ നിശേഷം നശിപ്പിച്ചു. അതിനുശേഷം അമ്മോന്യരും മൊവാബ്യരും അന്യോന്യം ആക്രമിച്ച് അവരും നശിച്ചു. പൂർണ്ണതയിലേക്കുള്ള യാത്രയിൽ മനുഷ്യന് ചില കാര്യങ്ങളിൽ അപക്വത ഉണ്ടാകുമ്പോൾ അതിൻ്റെ പരിണത ഫലം ഉണ്ടാകും. അത് ഈ രാജാവിനുണ്ടായി. 2 ദിനവൃത്താന്തം 20:32-33. 2 ദിനവൃത്താന്തം 20:32-33 തിരുവചനങ്ങൾ. അവൻ തന്റെ പിതാവായ ആസയുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല. കർത്താവിന്റെ മുമ്പാകെ നീതിയായത് പ്രവർത്തിച്ചു. എങ്കിലും പൂജാഗിരികൾ നീക്കം ചെയ്തില്ല. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തിൽ ജനം ഹൃദയമുറപ്പിച്ചിരുന്നില്ല. ഈ രാജാവിലൂടെ ദൈവം നമുക്ക് പഠിപ്പിക്കുന്ന വലിയൊരു പാഠം, നമ്മുടെ സഖ്യം എന്തോ അതാണ് നമ്മുടെ പരാജയവും വിജയവും നിർണയിക്കുന്നത്. 2 ദിനവൃത്താന്തം 20:35, 36, 37. 2 ദിനവൃത്താന്തം 20:35 മുതൽ 37 വരെ തിരുവചനങ്ങൾ. ഒടുവിൽ യൂദാ രാജാവായ യഹോശാഫത്ത് ഇസ്രായേൽ രാജാവായ അഹസ്യയുമായി സഖ്യത്തിൽ ഏർപ്പെട്ടു. അഹസ്യ
ദുഷ്കർമ്മിയായിരുന്നു. താർശീഷിലേക്ക് പോകുന്നതിന് യെസ്യോൻ ഗബേറിൽ വെച്ച് കപ്പലുകൾ നിർമ്മിച്ചത് അവരൊന്നിച്ചാണ്. മരേഷായിലെ ദോദാവാഹുവിന്റെ പുത്രൻ ഏലിയാസർ യഹോശാഫത്തിനെതിരെ പ്രവചിച്ചു പറഞ്ഞു, അഹസ്യവുമായി സഖ്യം ചെയ്തതിനാൽ നീ നിർമ്മിച്ചതെല്ലാം കർത്താവ് നശിപ്പിക്കും. ആ കപ്പലുകളെല്ലാം ഉടഞ്ഞു തകർന്നു. താർശീഷിലേക്ക് പോവാൻ അവയ്ക്ക് കഴിഞ്ഞില്ല. നോമ്പുകാലത്തിൽ നാം ആന്തരിക ആഭിചാരത്തിൽ നിന്ന് പൂർണ്ണമായി വിമുക്തരാകാൻ ആഗ്രഹിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ മേലുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.